തൃശൂർ ആമ്പല്ലൂരിൽ ലോറി ഡ്രൈവർമാർ തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കത്തിൽ ഒരാൾക്ക് കുത്തേറ്റു എന്നുള്ളതാണ്. മാടക്കത്തറ സ്വദേശിയായ ഋതുവിനാണ് കുത്തേറ്റത്. സംഭവത്തിന് പിന്നാലെ ലോറിയുമായി രക്ഷപ്പെട്ട പ്രതി അജ്മലിനെ പുതുക്കാട് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ നൽകും വിശദാംശങ്ങൾ. ലെവിൻ, എന്താണ് സംഭവിച്ചത്? സേതു, ദേശീയപാത 544 ഗതാഗത കുരുക്കിനിടയിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയും അതേ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും ഡ്രൈവർമാർ ആക്രമിക്കുകയും ചെയ്തതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ പറയാനുള്ളത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ദേശീയപാത ആമ്പല്ലൂരിൽ അപകടത്തിൽപ്പെട്ട രണ്ട് ലോറികളുടെ ഡ്രൈവർമാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. മാടക്കത്തറ സ്വദേശി 33 വയസ്സുകാരനായ ഋതുവിനാണ് കുത്തേറ്റിട്ടുള്ളത്. തോളിൽ 3 കുത്തേറ്റ ഋതുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഋതുവിനെ കുത്തിയ ശേഷം ലോറിയുമായി രക്ഷപ്പെട്ട പ്രതി അജ്മലിനെ പുതുക്കാട് പോലീസ് ഇന്ന് പൊങ്ങത്ത് നിന്ന് പിടികൂടിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം. പാലക്കാട് നിന്ന് കൊടകരയിലേക്ക് മെറ്റലുമായി വന്ന ഋതുവിന്റെ ടോറസ് ലോറി ആമ്പല്ലൂരിൽ ഗതാഗത കുടുക്കിൽ പെടുകയും അടിപ്പാതയ്ക്ക് സമീപം പിന്നാലെ എത്തിയ അജ്മലിന്റെ ലോറിയുമായി ഇടിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഇവർ രണ്ടുപേരും വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കത്തെ തുടർന്ന് ലോറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അജ്മൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഋതുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് പ്രദേശവാസികളും മറ്റുള്ള ആളുകളും ചേർന്ന് ഈ അജ്മലിനെ തടയുകയും ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും പ്രകോപിതനായ ഇയാൾ പിന്നാലെ വാഹനത്തിലേക്ക് എത്തി വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കത്തി എടുത്തുകൊണ്ട് വന്ന് ഋതുവിനെ കുത്തുകയായിരുന്നു. തോളലിനാണ് 3 തവണ ഇയാൾ കുത്തിയത്. ഇതിനുശേഷം ആളുകൾ ഇയാളെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചപ്പോൾ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ലോറിയും എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ പുതുക്കാട് പോലീസിൽ ഈ വിവരം നാട്ടുകാർ അറിയിച്ചു. പോലീസ് ഈ വാഹനം പിന്തുടർന്ന് പൊങ്ങത്ത് വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. കസ്റ്റഡിയെടുത്ത പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ഋതു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. സേതു.